അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചാൽ? അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ ലീവിന് മൈസൂർ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഇറങ്ങി. കാരണം ബന്ദിപ്പൂർ കാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് രാത്രി അടക്കും, 8:30 അവിടെ അടക്കും. പിന്നെ വെളുപ്പിന് 6:30ക്കാണ് അവിടെ ഓപ്പൺ ആവണത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 10:30-11 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പോയത്. കാരണം രാത്രി ചെക്ക് പോസ്റ്റ് അടക്കുന്നതുകൊണ്ടാണ് വെളുപ്പിന് എത്താൻ പാകത്തിലാണ് ഞങ്ങൾ പോയത്. പോകുമ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടുത്തെ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. വെളുപ്പിന് മുതുമലൈ ടൈഗർ റിസർവ് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ രാത്രി അവിടെ ക്ലോസ് ചെയ്യുന്നത്. വല്ല മൃഗങ്ങളൊക്കെ ഇറങ്ങും, ആന അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ചെക്ക് പോസ്റ്റ് അടക്കുന്നത്. പിന്നെ ഫുള്ള് കാട്ടിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ പോകുമ്പോൾ ആനേനെയൊക്കെ കാണാം. കാട്ടിൽ ആനയുണ്ട്, ആന ചില സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. അവർ കുറച്ച് മയിലുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. മാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇനി അടുത്തത് ഇതിൽ കൂടിയാണ് യാത്ര. ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഒത്തിരി വണ്ടി. പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം ആളുണ്ടായ തിരക്കുണ്ടായിരുന്നു. പിന്നെ കുരങ്ങ് ഇരിപ്പുണ്ട്. കുരങ്ങ് വണ്ടിയുടെ മേളിൽ, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ മേളിൽ കയറി ഇരുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വേറെ ഞാനൊക്കെ മാത്രമേ ചായ കുടിച്ചുള്ളൂ. മക്കൾക്കൊന്നും വേണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ പോയപ്പോൾ കണ്ടതാണ് സൂര്യകാന്തി തോട്ടം. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ ഇറങ്ങി നിർത്തുന്ന കണ്ടിട്ടാണ് ഓരോരുത്തർ അങ്ങനെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. അയാൾക്ക് പൈസ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഈ തോട്ടം നോക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അല്ല, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. ഈ സൺഫ്ലവറിൻ്റെ തോട്ടമായിരുന്നു കൂടുതലും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് മൈസൂർ വരുന്നത്. മക്കളൊന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. ഇത് ഗുണ്ടൽപേട്ട്. നല്ല ക്ലൈമറ്റും പിന്നെ റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൈസൂർ എത്തിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു പഴയ ഹോട്ടലാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ പൂരിയും മസാലയും പിന്നെ ദോശ ഇതൊക്കെയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമിലെത്തി. പിന്നെ അവിടെ നിന്ന് ഫ്രഷായി എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ മൈസൂർ പാലസിലേക്ക് പോണേണ്. പക്ഷേ മൈസൂരൊന്നും അങ്ങനെ മഴയില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിലായിരുന്നു. തണുപ്പുണ്ട്, പക്ഷേ എങ്കിലും നല്ല വെയിലുള്ള ഇതായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലെ നാട്ടിലെ പോലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ.
അപ്പോൾ ഇത് പാലസിലേക്ക് കയറാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് പാർക്കിങ് അവിടെ ഇട്ടിട്ട് വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറണേണ്. ഇവിടെ എൻട്രി ഫീ 100 രൂപയെന്ന് തോന്നുന്നുട്ടോ, ഒരാൾക്ക് 100 രൂപയാണ്. ഇതിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പ് നമ്മളിവിടെ ഊരി സൂക്ഷിക്കാൻ വേണ്ടി ഒരു കിറ്റ് അവർ തരും. അപ്പോൾ അതിൽ നമ്മൾ ഊരി അവിടെ തന്നെ വെച്ചിട്ട് പോരണം. നമ്മളുടെ സഞ്ചിയിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചേക്കണം, തിരിച്ച് വരുമ്പോൾ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പിന്നെ ചെരുപ്പൊന്നും ഇല്ലാതെ കയറണം കേട്ടോ എല്ലാവരും. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ പണ്ടത്തെ ഓരോ വണ്ടികളും എല്ലാം കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പഴയ വർക്കുകളൊക്കെയാണ്. പിന്നെ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ഇതായിട്ട് ഇങ്ങനെ സെക്ഷനായിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ വായിച്ച് പോകാമെന്നല്ലാതെ ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതിലിങ്ങനെ ഓരോ ഫോട്ടോസിൻ്റെ അടിയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കി പോവാം. പിന്നെ എല്ലാ സ്ഥലത്തു നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഡോറൊന്നും ഓപ്പൺ അല്ല, ഇതൊക്കെ ക്ലോസ് ആയിട്ട് തന്നെ കിടക്കണേണ്. ഉണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. തൂണുകളൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പഴയ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവിടെ. ഇത് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഓരോ ഇത് നടത്തുന്ന സ്ഥലമായിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കിങ്ങനെ കണ്ട് മനസ്സിലാക്കാവുന്നല്ലാതെ കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ പണ്ടത്തെ രാജാക്കന്മാരെ ചെയറും ഇതൊക്കെയാണ് വെച്ചേക്കുന്നത്. നടന്ന് കാണാൻ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അതുപോലെ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഇത് ഗ്യാലറിയാണ് കേട്ടോ. ടിപ്പു സുൽത്താൻ കോട്ട എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് ഡാൻസൊക്കെ നടത്തുന്ന സ്ഥലമില്ലേ, അങ്ങനത്തെ ആ ഏരിയയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി
അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷമാണ് പിന്നെ വേറെ അങ്ങും പോയില്ലായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസും ഒക്കെ മേടിച്ച് അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മൈസൂർ പാലസിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അവിടെ വെജിറ്റേറിയൻ ഹോട്ടലുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോന്നിട്ടോ. അത്രയൊക്കെ ഉള്ളൂ.